ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അനാമികയോട് നന്ദു പറയുന്നുണ്ട്, അനന്തപുരി തറവാടിൻ്റെ പടി കയറാനുള്ള യോഗ്യത നിനക്കൊണ്ടോടി എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം അനാമിക തിരിച്ചും പറയുന്നുണ്ട്, അങ്ങനെ യോഗ്യതയില്ലാത്ത പലരും അതിനകത്ത് കയറിയിട്ടുണ്ട് എന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ശരിയാണ്, എൻ്റെ ചേച്ചിമാർക്ക് യോഗ്യതയില്ലായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറാനുള്ളത്. പക്ഷേ അവർ അവിടെ ചെന്നതിന് ശേഷം സ്നേഹം കൊണ്ടാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്, അല്ലാതെ നിന്നെപ്പോലെയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു എടുത്ത് പറയുന്നുണ്ട്, നീ എന്തിനാ അവിടെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. കടത്തിൽ മുങ്ങി നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കാണും, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വാ, എങ്കിലേ നമ്മുടെ കടം വീട്ടാനായിട്ട് പറ്റുള്ളൂ എന്ന്. അവർ മാന്യമായിട്ട് ജീവിക്കുന്ന കുടുംബക്കാരായതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൈസ തന്നാൽ അത് കോംപ്രമൈസ് ആക്കും എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ നീയൊക്കെ ഈ കളി കളിക്കുന്നത് എന്നിങ്ങനെ പറയും. എന്നിട്ട് വേണുവിനോടായിട്ട് പറയുന്നുണ്ട്, വേണു ഈ പരിപാടി തുടരാനാണ് നിന്റെ ഭാവമെങ്കിൽ നേരെ അവിടെ ഇരുന്നിട്ട് നീ ഉണ്ണുകയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നന്ദു അങ്ങ് പോകുന്നത്. അങ്ങ് പോയി കഴിയുമ്പോഴേക്ക് രേവതിക്ക് അയ്യോ ഭയങ്കര സങ്കടം, അയ്യോ മോളുടെ കവള് നോക്കി ഇതേ ചുവന്ന് കിടക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുമ്പോഴേക്ക് അനാമിക പറയുന്നുണ്ട്, എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ബലം ഞാൻ അവൾക്ക് കിട്ടും എന്നൊക്കെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അനാമിക അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നവ്യാണ്. നവ്യ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴാണ് റൂമിലേക്ക് അബി ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ അബിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്, എന്താ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അകത്തിങ്ങനെ കയറി മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴേക്കും, എടാ നീ എന്തിനാ ഇന്ന് അമ്മ ഉണ്ടാക്കിയ ഫുഡിനേക്കാൾ നല്ലതാണ് വല്യമ്മ ഉണ്ടാക്കിയ ഫുഡെന്ന് പറയാനായിട്ട് പോയത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാനേ പറ്റുള്ളൂ, അവരെ ഒന്നും വേദനിപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും നവ്യ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, നിന്റെ ചേട്ടൻ കമ്പനിയുടെ MD ആണ് എന്ന് കരുതി നീ എല്ലാത്തിനും ഇങ്ങനെ പായിക്കേണ്ട കാര്യമുണ്ടോ, നിനക്ക് നിന്റെ അഭിപ്രായം തുറന്നവിടെ പറയാൻ പേടിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം അഭി പറയുന്നുണ്ട്, ഞാൻ അതിന് സത്യമല്ലേ പറഞ്ഞത് എന്ന്. അന്നേരം എന്ത് സത്യമാണ് നീ പറഞ്ഞത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നവ്യ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അഭി പറയാണ്, ശരിക്കും വല്ലമ്മ ഉണ്ടാക്കിയ ഫുഡായിരുന്നു കഴിക്കാനായിട്ട് നല്ലത്, നീ അത് കഴിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവരെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഈ കുടുംബം നശിപ്പിക്കാനും അവരെ നിലയ്ക്ക് നിർത്തുവാനും ഒന്നും ഇറങ്ങി പുറപ്പെട്ടിട്ട് അനാമിക അവളെ മുന്നിൽ നിർത്തി വേണം നമ്മൾ ഇനി കളിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയുള്ള കളികൾക്കൊന്നും താല്പര്യമില്ല എന്ന്. അന്നേരം അബി പിന്നെ ഇങ്ങനെ പറയുകയാണ്, ഇപ്പോൾ ഈ വീട്ടിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദർശും അനിയും ഒക്കെയാണ്, എന്നെക്കാൾ ഒരുപാട് താഴെയാണ് അവർ, എന്നിട്ടും അവന് ഇങ്ങനെ മിസ്റ്റർ ക്ലീൻ ആയിട്ട് ഇരിക്കണം, അതിന് വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതായാലും അതിനോട് നേരിട്ട് പ്രതികരിക്കാൻ ഞാനില്ല, അതുകൊണ്ട് തന്നെ അനാമികയെ മുൻനിർത്തി തന്നെ കളിക്കും, അവൾ ചെയ്യുന്നതിനൊപ്പം നിന്ന് അവളിങ്ങനെ സഹായിക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അബി പറയുമ്പോഴേക്കും നവിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അതിനോട്. എങ്കിലും അങ്ങ് പോവുകയാണ് അഡ്ജസ്റ്റ് ചെയ്ത്. ഇതൊക്കെ പറഞ്ഞ് അങ്ങ് വിശ്വസിപ്പിച്ച് കഴിയുമ്പോഴേക്കും നവ്യ അങ്ങോട്ട് പയ്യെ ഇങ്ങനെ പോകുമ്പോഴേക്കും നവ്യ കാണുമ്പോഴേക്കും മഹാപുച്ഛമാണ് കേട്ടോ അബിക്ക്. പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വേണുവിനെയാണ് കാണിക്കുന്നത്. വേണു പറയുന്നുണ്ട്, നന്ദുവിനെ നമ്മളിങ്ങനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്തൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമെന്ന് അറിയത്തില്ല, പഴയ കേസൊക്കെ അവൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് പറയുക. അന്നേരം അത് കേട്ടുകൊണ്ട് വരുന്ന അനാമിക പറയുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നമായാലും അവളെ പേടിച്ച് ഒരു മൂലക്കിരിക്കാനായിട്ടൊന്നും എന്നെ കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അനിയുടെ അമ്മയെ വിളിച്ച് കാണിച്ച് അതുപോലെ എൻ്റെ കരണത്തെ പാടും ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏതായാലും അമ്മ ഒരു തീരുമാനം എടുത്ത് ആ വീഡിയോസ് അവിടുത്തെ മുത്തശ്ശനെയും മുത്തശ്ശിയും കാണിക്കാനായിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം എന്നിങ്ങനെ പറയുക. അന്നേരം രേവതി പറയുന്നുണ്ട്, അത് തന്നെയാണ് മോളെ വേണ്ടത്, അങ്ങനെ പേടിച്ചെറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഏതായാലും ആ വീഡിയോസ് അവർ കാണിക്കുന്നത് മോളല്ലല്ലോ അനിയുടെ അമ്മയല്ലേ, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, ഏതായാലും ആ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ഞെട്ടും, അനന്തമൂർത്തിയും അതുപോലെ തന്നെ ഭാര്യയും. അയാൾക്ക് ആ വീട്ടിലേക്ക് കയറി വന്ന മരുമക്കൾ ആരും ആ വീട് വിട്ടു പോകുന്നത് അത്ര താല്പര്യമുള്ള കാര്യമല്ല. അയാളുടെ ഭാര്യയെയും ആ സ്വഭാവത്തെ വേണം നമുക്ക് ചൂഷണം ചെയ്യാനായിട്ട്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും അങ്ങേർക്ക് ആകെ വിഷമാകും. അന്നേരം നീ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി പാരിതോഷങ്ങളൊക്കെ തരും, അങ്ങനെ പാരിതോഷങ്ങളൊക്കെ തരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം, അതാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ വേണു ഇങ്ങനെ പറയുവാണ് കേട്ടോ. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഇപ്പം അമ്മ ഇങ്ങനെ ആ വീഡിയോസ് അങ്ങനെ കാണിച്ചു കാണുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് സന്തോഷം ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അതുപോലെ തന്നെ മുത്തശ്ശനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനകി ആ വീഡിയോസ് ഇങ്ങനെ മുത്തശ്ശനെ ഇങ്ങനെ കാണിക്കുന്നു, അത് കഴിഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ കാണിക്കുവാണ് കേട്ടോ. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഇതൊക്കെയാണ് അച്ഛൻ്റെ കൊച്ചുമോൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താ ചെയ്യുന്നത്, അവൻ്റെ ഈ ബന്ധത്തിൻ്റെ പേരിൽ ഞാൻ സങ്കടപ്പെടാൻ തുടങ്ങിയിട്ട് ഇപ്പം മാസങ്ങളായി എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും അവൻ തെറ്റ് ചെയ്തു, അത് അവനെ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, അതുവരെ നീ ഒന്ന് അടങ്ങ് എന്നിങ്ങനെ പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ വെറുതെ ചോദിച്ചാൽ പോരാ, അവനെ
താക്കീത് ചെയ്യണം. ഇതിപ്പോൾ എത്ര തവണയായെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഓരോന്നുണ്ടാകുന്നത്, ഇതൊന്നും അനാമിക മോൾക്ക് സഹിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമക്കളായാലും തെറ്റ് ചെയ്താൽ ഞാൻ തെറ്റാണെന്ന് പറയും. അവന് എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു SI ആയി നന്ദു ഇതിനെ കൂടി നിന്നു എന്നൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോഴേക്കും എനിക്കതങ്ങ് മനസ്സിലാകുന്നില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അതുപോലെ തന്നെ മുത്തശ്ശിയും പറയുന്നുണ്ട്, നന്ദുവിന് മറ്റൊരു ജീവിതം ഉള്ളതല്ലേ, അവൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഞാനും ചിന്തിക്കുന്നത് എന്നിങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട്, മുത്തശ്ശിയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശൻ ജാനകിയോടായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ മരുമകളും തെറ്റ് ചെയ്യുന്നുണ്ട്, അതൊന്നും നീ പറയുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുവാണ്, അച്ഛൻ എൻ്റെ കൊച്ചുമകനും നന്ദുവും തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ മരുമകളെ ഇങ്ങനെ വെറുതെ കുറ്റക്കാരിയാക്കേണ്ട. അവൾ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവളെ ഇങ്ങനെ അതിലേക്ക് നയിക്കുന്നത് അവൻ്റെ ഓരോ സ്വഭാവങ്ങളാണ്, അത് അച്ഛൻ മറന്നു പോകരുത്. പിന്നെ നന്ദു ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പറയാറുമുണ്ട്, അതൊന്നും ശരിയല്ല, അവളാണ് ഇതിനെല്ലാം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നയനെ വലച്ചെടുക്കേണ്ട ഒന്നും വേണ്ട, അങ്ങനെ നയനെ അങ്ങനെ ഒരിക്കലും ഇങ്ങനെ ആവശ്യപ്പെടില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയുന്നു. അന്നേരം ദേഷ്യമായിട്ടാണ് കേട്ടോ ജാനകിക്ക്. അന്നേരം ജാനകി പിന്നെയും പറയുന്നുണ്ട്, ഏതായാലും അച്ഛൻ ഇതിനൊരു തീരുമാനം എടുക്കണം, അവന് താക്കീത് ചെയ്യണം, എങ്കിലേ ശരിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോകും. പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ഇങ്ങനെ ചെക്കിങ്ങിനൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്, ട്രിപ്പിൾ അടിച്ചിങ്ങനെ വന്നവർക്കൊക്കെ ഫൈനൊക്കെ ഇങ്ങനെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേ വരുന്നത് നമ്മുടെ അനി. അപ്പോൾ അനിയെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ പതിയെ അടുത്തോട്ട് ഇങ്ങനെ ചെല്ലി എന്നിട്ട്, നീ എന്തിനാണ് ഈ വഴി വന്നത്, നിന്നെ ഓർത്ത് ടെൻഷൻ അടിക്കാത്ത ദിവസമില്ല, ആ അവസ്ഥയിലെത്തി ഞാൻ, നിന്നെ എനിക്കിപ്പോൾ പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, നീ അങ്ങനെ എന്നെ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിൻ്റെ പുറകെ നടന്ന് നിന്നെ ശല്യം ചെയ്യാതിരിക്കാം, നിൻ്റെ അടുത്തേക്ക് വരികയില്ല, പക്ഷേ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ നീ എടുക്കണം, ഇടയ്ക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും കാണുകയും ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ നന്ദു പറയുന്നുണ്ട്, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ നീ കാണണം എന്ന് പറയുമ്പോൾ എല്ലാം വന്ന് കാണാനായിട്ടൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അങ്ങനെ കാണാനല്ല, നീ ഫ്രീ ആകുന്ന സമയമില്ല, ആ സമയം നോക്കി ഞാൻ പറഞ്ഞോളാം എന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഒരു പോലീസുകാരിക്ക് അങ്ങനെ പെട്ടെന്ന് ഫ്രീ ആകാനായിട്ടൊന്നും പറ്റില്ല, എപ്പോഴാണ് ഡ്യൂട്ടി വരുന്നതെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഈ ലോകത്തുള്ള പോലീസുകാരെല്ലാം 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ല, നിനക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളുണ്ടാകും, ആ സമയത്ത് ഞാൻ വിളിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് കണ്ടോളാം, നീ അതോർത്ത് വിഷമിക്കേണ്ട എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കല്ലേ, ഒന്ന് പോകാൻ വേണ്ടി ഞാൻ എന്താ തരേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും, നീ പ്രത്യേകിച്ചൊന്നും തരുമൊന്നും വേണ്ട, ഏതായാലും നിൻ്റെ ജോലി തടസ്സപ്പെടുത്തേണ്ട, അതങ്ങ് നടന്നോട്ടെ, ഞാൻ ഇവിടുന്ന് മാറിയിരുന്ന് നിന്നെ അങ്ങ് വായി നോക്കിക്കോളാം എന്നിങ്ങനെ പറയും. അന്നേരം നന്ദു പിന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ശരിക്കും നമ്മൾ തമ്മിലുള്ള വീഡിയോ എടുത്തതും എല്ലാവർക്കും അയച്ചു കൊടുത്തതും അനാമികയുടെ അച്ഛനാണ്, അത് അറിഞ്ഞതിന് ശേഷം എനിക്ക് ദേഷ്യം വന്നിട്ട് അവളുടെ വീട്ടിൽ പോയിരുന്നു, അവിടെ അവളും ഉണ്ടായിരുന്നു, അവളുടെ കാരണത്തെ അടിച്ചിട്ടാണ് ഞാനിപ്പം പോന്നേക്കുന്നത്, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല, മിക്കവാറും ഇതിൻ്റെ ഒരു പേരിലുള്ള ഒരു പൊട്ടിത്തെറി നിൻ്റെ വീട്ടിലുണ്ടാകും എന്നാണ്, അറിയാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നോ, എങ്കിൽ എന്നോടുകൂടെ പറയാൻ മേലായിരുന്നോ, ഞാനിവിടെ കൂടെ വരില്ലായിരുന്നു, അവളെ മാത്രം തല്ലിയേ പോരായിരുന്നു, അവളുടെ അച്ഛൻ്റെയും കാരണത്തെ ഒരെണ്ണം കൊടുക്കണമായിരുന്നു, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ആനന്ദപുരിയിൽ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായാലും നീ പേടിക്കൊന്നും വേണ്ട, അങ്ങനെയുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകണം, എന്നിട്ട് അതിൽ അവളും പെട്ടിങ്ങനെ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് ഇങ്ങനെ പോകണം, അതാണ് വേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പ്രതിസന്ധി ഇതുവരെ ഉണ്ടായിട്ടില്ല, എന്നെ സ്നേഹിക്കാത്ത ഒരുത്തിയുടെ കൂടെ ജീവിക്കേണ്ടി വരുന്ന എൻ്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും നീ എൻ്റെ പുറകെ നടക്കുമല്ലേ, നീ ഇവിടുന്ന് പോ എന്ന് പറയുക. അന്നേരം അനി പറയുന്നുണ്ട്, നീ അങ്ങനെ വിഷമിക്കുമൊന്നും വേണ്ട, ഞാനിവിടെ മാറി നിന്ന് നിന്നെ വായി നോക്കിക്കോട്ടെ പോവുള്ളൂ എന്നിങ്ങനെ. അതുപോലെ തന്നെ അനി ഇങ്ങനെ ബൈക്ക് അങ്ങ് മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അന്നേരം നന്ദു ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവനെ എന്താ ചെയ്യേണ്ടത്, ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുവാണ് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് ഇങ്ങനെ അനി പറയുന്നുണ്ട്, നീ കാക്കിയിട്ട് നടക്കുമ്പോൾ എന്നെ മറന്നു പോകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്, ആ കാക്കിയുടെ ഉള്ളിൽ ഒരു ഹൃദയം ഉണ്ട്, ആ ഹൃദയത്തിൽ ഞാൻ ഉണ്ടാവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നിങ്ങനെ പറയാം. നേരെ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോടാ, നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ചെടുക്കണ്ട, ഇപ്പോൾ പോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് നവ്യാനാണ്. നവ്യ ഇങ്ങനെ അബിയോട് ഇങ്ങനെ പറയാണ്, എൻ്റെ വീട്ടുകാർക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, ഇപ്പോൾ ഫോൺ വിളിച്ചാൽ പോലും എൻ്റെ വിശേഷങ്ങളൊന്നും അവരിങ്ങനെ ചോദിക്കാറില്ല, അവരുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും നീയാണോ പ്രതി എന്ന്, ആ രീതിയിൽ അവരിങ്ങനെ പെരുമാറുന്നത് എന്ന് പറയും. അന്നേരം ഞാൻ പ്രതിയോ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവർക്ക് ആദർശനെ അല്ലേ തള്ളിക്കളയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ കാണിക്കുന്നത്, അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നീ പറഞ്ഞതുപോലെ എനിക്കും തോന്നിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. ഇവരിങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജ വരുന്നത്. എന്നിട്ട് ചോദിക്കും, അതെ നിങ്ങൾ ആ വിഷയങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും, അന്നേരം എന്ത് വിശേഷങ്ങൾ അമ്മ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജലജ
പറയുന്നുണ്ട്, ആ നന്ദുവിൻ്റെ അനിയുടെ വീഡിയോസ് ഇല്ലേ, അത് ജാനകി മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നൊന്നും അറിയില്ല. കൊച്ചുമാൻ്റെ കാര്യം ആയതുകൊണ്ട് ഇരട്ടത്താപ്പ് കാണിക്കാനായിട്ടൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്ക് അബി പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യം അവൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഏതായാലും ഇതിൻ്റെ പേരിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞ് സന്തോഷമാണ് കേട്ടോ അബിക്ക്. ആ ഉള്ളിൽ പക്ഷേ ഇങ്ങനെ മുഖത്ത് ഒരുപാട് ഇങ്ങനെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അന്നേരം നവി, ഈശ്വര മുത്തശ്ശനെയും കാണിച്ചോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ മുത്തശ്ശൻ. ഈ കാര്യത്തിൽ നന്ദു എന്താ ഇത്രയും ചീപ്പായി പോയത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്നിങ്ങനെ നവിയോ ഇങ്ങനെ പറയുമ്പോഴേക്ക് അബി പറയുന്നുണ്ട്, ആ കാര്യത്തിൽ അവൾക്ക് പല ന്യായങ്ങളും കാണും, പക്ഷേ അവൻ്റെ ഭാര്യയായ അനാമികയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. നിനക്കിങ്ങനെ ഒരു സീന് നീ ഇങ്ങനെ ഒരു സീൻ ഇപ്പോൾ എന്നെക്കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്കത് സഹിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റില്ല, എന്നെപ്പോലെ ഒരു പെൺകുട്ടികൾക്കും സഹിക്കാനായിട്ട് പറ്റില്ല. നീയാണ് ആ സ്ഥാനത്തെങ്കിൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ലായിരിക്കും എന്നാണ് നവ്യ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അന്നേരം ജലജ പറയുന്നുണ്ട്, ഏതായാലും പണ്ടത്തെ അനന്തമൂർത്തിയല്ല ഇപ്പോഴത്തെ അനന്തമൂർത്തി. പണ്ടത്തെ അനന്തമൂർത്തിയുടെ വെറും ഒരു നിഴൽ മാത്രമാണ്. അതുകൊണ്ട് കൊച്ചുമോൻ്റെ കാര്യമായതുകൊണ്ട് ഇനിയിപ്പോൾ അത് മൂടി വെക്കുക, അനിയുടെ ഭാഗത്ത് നിൽക്കുക എന്നൊന്നും അറിയത്തൊന്നുമില്ല. എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ചലച്ച് അങ്ങോട്ടങ്ങ് പോകുന്നു. അവിടെ വലിയൊരു അടി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അവരെല്ലാവരും. അങ്ങനെ ടെൻഷനോടുകൂടി നിൽക്കുന്ന നവ്യനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പം നാളെ മുത്തശ്ശൻ ഇതെല്ലാം അനിയോട് ചോദിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.